മീറ്റർ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ സ്വിച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. ഹസാർഡിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡുള്ള സ്വിച്ച് വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട് വണ്ടിയിൽ. അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് സൈഡും ബ്രേക്ക് സൈഡും അഡ്ജസ്റ്റബിൾ ലെവേഴ്സാണ് വന്നേക്കുന്നത്. റൈഡ് ബൈ വയറാണ് വന്നേക്കുന്നത് കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് 2025 അപ്ഗ്രേഡഡ് ഡോമിന 400 ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെവിടെയാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അപ്ഡേഷൻ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് കേട്ടോ. കാരണം ഒരു പുതിയ കളർ സ്കീമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഗ്രീനും പിന്നെ ഒരു മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു 2 കളർ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വണ്ടിയെക്കുറിച്ച് കുറച്ചൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം പുതിയ കളറുണ്ടോ, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഗ്രേഡോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ പറയില്ല, ഒരു പുതിയ കളർ പോലും ഇല്ല. പിന്നെ എന്താണ് അപ്ഗ്രേഡ് എന്ന് ചോദിച്ചാൽ അതിലോട്ടൊക്കെ വരാം. മെയിനായിട്ട് പറയാനുണ്ട്, നമ്മുടെ മീറ്റർ തന്നെയാണ് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ മീറ്ററിനെ കുറിച്ചാണ്. നമ്മുടെ NS400 കണ്ട ആ ഒരു സെയിം LCD കളർഫുള്ളായിട്ടുള്ള LCD ഡിസ്പ്ലേന് വന്നേക്കുന്ന അതിലോട്ടൊക്കെ വരാം. അപ്പോൾ വണ്ടിയുടെ എസ്തെറ്റിക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ ഡോമിന 400 അങ്ങനെ റിവ്യൂ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം വണ്ടിയിൽ വേറെ എടുത്ത് പറയേണ്ട ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. റിവ്യൂസൊക്കെ ഒരുപാട് പേര് ചെയ്തതാണ്. അപ്പോൾ ഇത് യാർഡിലിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇതിൽ നമ്മുടെ ലെഗ് ഗാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നക്കിൾ ഗാർഡ് ഇല്ല, മിറേഴ്സ് വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുത്തോളാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഇവിടെ വെച്ച് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞു പോയതിന് ശേഷം ഇതിൽ വന്നേക്കുന്ന ചേഞ്ചസിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡോമിന 400 റിവ്യൂ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഒരു BS6 സ്റ്റേജ് 2 ആയിരുന്ന സമയത്തുള്ള കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ഫാക്ടറി മെയ്ഡായിട്ട് തന്നെ വണ്ടി ഇറക്കുമ്പോൾ തന്നെ ഇതൊരു ടൂറിംഗ് എഡിഷൻ ആയിട്ടാണ് വണ്ടി ഇറക്കിയത്. പക്ക എഞ്ചിൻ്റെ ആ ഒരു ടൂണിങ് ആയാലും വണ്ടിയുടെ ഒരു ക്യാരക്ടർ ഫുള്ളി ഒരു ലോങ് ടൂറിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈവേയിൽ കയറണം. അപ്പോൾ നമുക്ക് വണ്ടി ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. 2025 അപ്ഗ്രേഡ് ആയിട്ടുള്ള വേരിയൻ്റ് ആയിട്ട് പോലും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഈസ്തെറ്റിക്കലി ഇല്ല. പാർട്സിലോ കാര്യങ്ങളോ ഒന്നും ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആ ഒരു ടിപ്പിക്കലി നമ്മൾ ഡോമിൽ കണ്ട പോലത്തെ ആ ഒരു സെയിം മിറേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ മിറേഴ്സിൽ വെച്ചിട്ടില്ല, നേരത്തെ പറഞ്ഞ യാർഡിലിരിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു വലിയ വിൻഷീൽഡ് വരുന്നുണ്ട്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വിൻഷീൽഡാണ്. വീണ്ടും താഴോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ടിപ്പിക്കൽ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഡോമിനാൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. വീണ്ടും സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു 43mm USD ഫോർക്ക് കാണാൻ പറ്റും. അതും ആ ഒരു ഇതിന് തൊട്ട് മുന്നത്തെ വേരിയൻറ്റ് പോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സിൽവർ പാറ്റേൺ ആണ് കേട്ടോ. ഒരു ഇത് പെയിൻ്റൊന്നും അല്ല, വേറെ മെറ്റീരിയൽ പോലെ ഇതിങ്ങനെ കോട്ടിങ് പോലെ ചെയ്തേക്കാണ് എൻ്റെ പുറത്ത്. പിന്നെ സെയിം മഡ് ഗാർഡ്സ് തന്നെയാണ് വരുന്നത്. ടയേഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ ടയേഴ്സ് തന്നെയാണ്. അതിൽ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. MRF റെപ്സ് C1 എന്ന് പറഞ്ഞിട്ടുള്ള ടയേഴ്സാണ് വന്നേക്കുന്നത്. 110 ഫ്രണ്ടിൽ ടയർ സൈസ് വന്നേക്കുന്നത്. പിന്നെ ഡോമിനൻ്റെ അടുത്ത ഐക്കോണിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയമണ്ട് കട്ട് അലോയ്സ് വന്നിട്ടുണ്ട്. ഭയങ്കര ലുക്കാണ് വണ്ടി ആ ഒരു അലോയ്സ് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു അലോയിലും വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. 110 സെക്ഷൻ ടയർ, സെയിം അലോയ്സ്, ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്. അപ്പുറ സൈഡിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് മാസീവായിട്ടുള്ള 320mm ഡിസ്ക് കാണാൻ പറ്റും. പിന്നെ ബൈബ്രയുടെ കാലിപ്പർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ആണ് വരുന്നത്. ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ ഡ്യൂക്ക് 398 ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു ബൈറ്റ് ആയിട്ടുള്ള ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല. പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കും കാര്യങ്ങളും തരുന്ന ഒരു ബ്രേക്ക് സിസ്റ്റമാണ് നമ്മുടെ ഡോമിന 400 വരുന്നത് കേട്ടോ. പിന്നെ വേറെ എന്താ, ഇൻഡിക്കേറ്റേഴ്സിൽ മാറ്റമില്ല, ഹാൻഡിൽ ബാറിൽ മാറ്റമില്ല, ടാങ്ക് കപ്പാസിറ്റിയിൽ വ്യത്യാസമില്ല, ചേസിൽ വ്യത്യാസമില്ല. എഞ്ചിൻ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു 373cc എഞ്ചിൻ തന്നെയാണ് നമ്മുടെ പഴയ ഡ്യൂക്ക് 398 പയറ്റി തെളിഞ്ഞ ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു Gen 3 ഡ്യൂക്ക് 398 വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ഒരു 499cc ആ ഒരു സെയിം എഞ്ചിൻ വരുമെന്നൊക്കെയാണ് എല്ലാവരും റൂമേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സെയിം 373cc എഞ്ചിൻ ആണ് ഇതിലിപ്പോഴും അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഒരു അപ്ഗ്രേഡ് വേരിയൻറ്റിൽ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ എഞ്ചിൻ ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പവർ ഫിഗേഴ്സിലോ കാര്യങ്ങളോ വ്യത്യാസമൊന്നുമില്ല. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 40 bhp ആണ്. 37 Nm ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. പിന്നെ അതേ താഴെ വരുമ്പോഴത്തേക്ക് നമ്മുടെ 100 ബെല്ലിൽ വ്യത്യാസമില്ല. ഇപ്പോൾ ഒരു കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള 100 ബെല്ലാണ് വരുന്നത്. മുന്നത്തെ നമ്മൾ ഈ ഒരു കളർ വേരിയൻ്റൊക്കെ വരുന്ന പോലത്തെ ഒരു ഫൈബർ കിറ്റിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വരുന്ന പോലത്തെ ഒരു അണ്ടർബില്ലായിരുന്നു. എനിക്ക് ലുക്ക് വൈസ് കാണാം, അതായിരുന്നു കുറച്ചൊരു ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് മെറ്റലാണ്, ഈ ഒരു പോർഷൻ ഫൈബർ കിറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ പെർഫോമൻസിലും പവറിലും അങ്ങനെ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീണ്ടും സൈലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള വീണ്ടും ഡോമിനൻ്റ് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടിൻ ബാരൽ എക്സോസ്റ്റ് കാണാൻ പറ്റും. ഭയങ്കര രസമാണ് വണ്ടി ആ ഒരു എക്സോസ്റ്റ് കാണാൻ കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലുതാണ്. ഒരു വിഷ്വൽ ഫീൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നൈസാണ്. ഈ എക്സോസ്റ്റ് ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വണ്ടി ഹഗ് ചെയ്തിരിക്കുന്ന പോലെ ആ ഒരു സെയിം എക്സോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ വീണ്ടും ബാക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ടിപ്പിക്കൽ ഡോമിനറിൻ്റെ ആ ഒരു സെയിം ടൈൽ സെക്ഷൻ തന്നെയാണ് വരുന്നത്. ആ ഒരു സെയിം ഡ്യൂക്കിലേക്ക് വന്ന പോലത്തെ ആ ഒരു സെയിം ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഈ ഒരു ടോപ്പ് ക്യാരിയർ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് ക്യാരിയറാണ്. നമുക്ക് ലഗേജൊക്കെ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ടോപ്പ് ബോക്സൊക്കെ വെച്ച് വെക്കാനാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ടോപ്പ് റാക്കാണ് കേട്ടോ വരുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ്, നല്ല വലുതുമാണ്. പിന്നെ നമുക്ക് പില്ലിൻ്റെ ഇരിക്കുന്ന സമയത്ത് ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടാനായിട്ട് ഇവിടെ ഈ ഒരു സീറ്റിൻ്റെ പോലത്തെ ഒരു ലെതർ ഫിനിഷ്, ഇവിടെ ഒരു കട്ടിങ് പോലെ ഇവിടെ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം പില്ലിന് കുറച്ചുകൂടെ ബാക്ക് സപ്പോർട്ട് കിട്ടി. നടുവിൻ്റെ പോർഷനിലൊക്കെ കറക്റ്റ് ആ നടുവിൻ്റെ പോർഷനിൽ കർവ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടാനായിട്ടാണ് ഈ ഒരു സാധനമൊക്കെ വെച്ചേക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല, മുന്നത്തെ വേരിയൻറ്റ് സെയിം തന്നെയാണ്. പിന്നെ ബാക്കിലത്തെ ടയർ സെക്ഷനിലും വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. 150 സെക്ഷൻ തന്നെയാണ് വരുന്നത്. അതും MRF റെഫ് C1 എന്നിട്ടുള്ള കാറ്റഗറിയിൽ ടയറാണ് വരുന്നത്. ഒരു ഡീസൻറ്റ് പെർഫോമൻസിൻ്റെ ടയറാണ്. ഭയങ്കര ഒരു ഹൈ പെർഫോമൻസ് ഒന്നും അല്ല, എന്നാലും ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. നമുക്ക് ഓൺ റോഡിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തരുന്ന ടയറാണ് കേട്ടോ MRF C1 എന്ന് പറയുന്നത്. അപ്പോൾ 110 സെക്ഷൻ ഫ്രണ്ടും 150 സെക്ഷൻ ബാക്കുമാണ്. അവിടെ നമുക്ക് 240 ഒരു ഡിസ്ക് കാണാൻ പറ്റും. ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലും വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. ഗ്യാസ് ചാർജിൽ മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത് ബാക്കിൽ. അതിന് കുറച്ച് ട്രാവൽ കുറവാണ് കേട്ടോ. ഇത് കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് ട്രാവൽ കുറവാണ് ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സിമിലർ. അപ്പോൾ നമുക്ക് എന്താണ് പുതിയതായിട്ട് അപ്ഗ്രേഡ് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ബാക്കിയെല്ലാം സിമിലറാണ്. ടാങ്കിൻ്റെ ആ ഒരു ഡോമിനറിൻ്റെ ബാഡ്ജിങ് ആയാലും ഈ ഒരു പോർഷൻ ആയാലും ഈ ഒരു പോർഷനിൽ വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഒരു ഹീസ്റ്ററ്റിങ്ങിനെ പറ്റി സംസാരിക്കാനായിട്ട്. എവിടെയാണ് അപ്ഗ്രേഡ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്ഗ്രേഡ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ കളർ പോലും ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ പാർട്സിലോ അതിൻ്റെ പുറമേ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്സിലും ചേഞ്ചസോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച്, അതായത് 2025 ഡോമിനർ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഈ വേരിയൻ്റ് എന്ന് അവർ അവകാശപ്പെടുന്ന ഈ ഒരു വണ്ടിയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡോമിനറിൻ്റെ ആ ഒരു മുന്നത്തെ ആ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ NS400 റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം LCD പാനൽ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു പോർഷനിൽ സെപ്പറേറ്റ് ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്ത് ആണ് കുറച്ചുകൂടെ എനിക്ക് ഈ ഇത്രയും സൈഡാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ ഇഷ്ടം കേട്ടോ. എനിക്ക് NS400 റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനം ഈ വണ്ടിക്ക് ഒട്ടും മാച്ച് ആവുന്നില്ല. ഈ ഒരു ബോക്സിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ലായിരുന്നു. ഫുൾ ഡിസ്പ്ലേ മതിയായിരുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇത്രയും ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഇത്രയും ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒന്ന് മിസ്സാവുന്നുണ്ട്. ഒരു മിസ് മാച്ചിങ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ TC വന്നിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ട വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോളാണ്. വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. അതിൽ 4 റൈഡ് മോഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 4 റൈഡ് മോഡ്സിൽ റോഡ്, സ്പോട്ട്, റൈൻ, ഓഫ് റോഡാണ് 4 റൈഡ് മോഡ്സ് വന്നേക്കുന്നത്. അതിൽ അപ്പോൾ നമുക്ക് ഓഫ് റോഡിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു സെക്കൻഡറി ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അതിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ടൈമും ബാക്കി കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. അത് ശരിക്കും പറഞ്ഞൊരു ഫീലായിരുന്നു കേട്ടോ. അത് എടുത്ത് കളയണമെന്ന് ചോദിച്ചാൽ ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന സെക്കൻഡറി ഡിസ്പ്ലേ കാണിച്ച ആ ഒരു ഓപ്ഷൻ എല്ലാം നമുക്ക് ആ ഒരു മെയിൻ ഡിസ്പ്ലേ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവർ റിമൂവ് ചെയ്ത് കളഞ്ഞത്. ഇവിടെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ എടുത്ത് കളഞ്ഞതിൽ ഒരുപാട് പേർക്ക് വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു, ഭയങ്കര ഒരു വിഷ്വൽ ഫീലായിരുന്നു കേട്ടോ ആ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ സെക്കൻഡറി ഡിസ്പ്ലേക്ക് പകരം ഇപ്പോൾ ചെയ്തേക്കുന്നത് നമ്മുടെ USB ചാർജിങ് പോർട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീറ്ററിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ RPM മീറ്റർ ടോപ്പിലായിട്ട് കാണാൻ പറ്റും. ടൈം കാണിക്കുന്നുണ്ട്, ഒരു കോഷൻ വാണിംഗ് കാണിക്കുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡിൻ്റെ വാണിംഗ് കാണിക്കുന്നുണ്ട്, ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ കാണിക്കുന്നുണ്ട്, ഓഡോ കാണിക്കുന്നുണ്ട്. ഇവിടെ റൈഡിംഗ് മോഡ്സാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഉണ്ട് റോഡ് മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഓൺ ആക്കുമ്പോൾ ഫുൾ അങ്ങ് കാണാൻ പറ്റുന്നത്. ഇത്രയാണ് ഫുൾ ഇത് വരുന്നത്. ലെറ്റസ് റൈഡ് എന്ന് ഇവിടെ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. റീഫ്യൂൽ എന്ന് വാണിംഗ് കാണിക്കുന്നുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, 10x10 നാവിഗേഷൻ ഉണ്ട്. നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ വരുന്ന കോൾസും SMS അലർട്ടും എല്ലാം ഇതിൽ വരുന്നുണ്ട്. മ്യൂസിക് കൺട്രോൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഡോമിനറിൽ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 400cc ബൈക്ക് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഒരു ടോപ്പ് വേരിയൻറ്റ്, ബജാജിൻ്റെ ഒരു ടോപ്പ് വേരിയൻ്റ് ആയിട്ട് പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ബാക്കിയെല്ലാം സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. NS400 സെയിം മീറ്റർ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേക്കും ഈ ഒരു 4-way സ്വിച്ച് വെച്ചിട്ടാണ് നമുക്ക് ആ LCD പാനലെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ സെറ്റ്, പിന്നെ റിവേഴ്സ്, അപ്പ് ഡൗൺ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് ഒറ്റ സ്വിച്ചിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഹസാർഡ് ലാമ്പിന് സെപ്പറേറ്റ് സ്വിച്ച് വന്നിട്ടുണ്ട്. അത് സെയിം ആസ് NS400 കേട്ടോ. ഈ സ്വിച്ച് സെറ്റ് എല്ലാം NS400 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ ഫുൾ ഇരിക്കുന്ന. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ഹസാർഡിനൊരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സ്വിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഞാൻ ഇപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹസാർഡ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിക്ക് ഫിസിക്കലി ഇപ്പോൾ ആക്സിലേറ്റർ കേബിളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ റൈഡ് ബൈ വയർ ആയിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ ഫിസിക്കലി ആക്സിലേറ്റർ കേബിൾ ഇല്ല.
അപ്പോൾ സെൻസർ വഴിയായിരിക്കും വണ്ടിയുടെ ത്രോട്ടിലും കാര്യങ്ങളൊക്കെ വണ്ടി റീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈസി റീഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു അപ്ഗ്രേഡിൽ വീഡിയോ ചെയ്യുന്ന പലരും പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്. അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് മുന്നത്തെ വേരിയൻറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ NS400 കണ്ട സെയിം അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വന്നിട്ടുണ്ട്. ക്ലച്ച് സൈഡും നമ്മളെ ബ്രേക്ക് സൈഡും അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തിരിച്ചുകൊണ്ട് അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു അപ്ഗ്രേഡിൽ വന്നേക്കുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഡോമിനോ 400. ഒന്നുകൂടെ എടുത്ത് പറഞ്ഞുതരാം. മീറ്റർ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ സ്വിച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. ഹസാർഡിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡുള്ള സ്വിച്ച് വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട് വണ്ടിയിൽ. അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് സൈഡും ബ്രേക്ക് സൈഡും അഡ്ജസ്റ്റബിൾ ലെവേഴ്സാണ് വന്നേക്കുന്നത്. പിന്നെ റൈഡ് ബൈ വയറാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു അപ്ഗ്രേഡിനെ പറ്റി എനിക്ക് ഡോമിനോ 400 2025 മോഡലിനെ പറ്റി സംസാരിക്കാനായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഡോമിനോ എന്ന് പറയുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അങ്ങനെ ഒരു വെറുപ്പിക്കാത്ത ഒരു ടൈപ്പ് വണ്ടിയാണ് നമ്മുടെ ഡോമിനോ 400 എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പോൾ ലഡാക്കിലൊക്കെ പോകുന്നവർ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വണ്ടി ഓപ്ഷനാക്കി വെക്കാതിരിക്കില്ല. കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ വേറെ വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വണ്ടി പോകുന്നൊരു കംഫർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വണ്ടി തരുന്നൊരു കംഫർട്ടുണ്ട്. ഒരു ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞ് ഒരു 150 വേണമെങ്കിലും വണ്ടി ഒരു തരത്തിലും സ്ട്രെസ് ആവാത്ത രീതിക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു ഹൈവേ ക്രൂസറാണ്, അല്ലെങ്കിൽ ടൂർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോർട്സ് ടൂറാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അത് ഓടിച്ചവരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഈ വണ്ടി എന്താണെന്ന്. പിന്നെ പലരും വെയിറ്റ് ചെയ്തിരുന്ന ഞാനും നമ്മുടെ NS400 റിവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഡോമിനോ 400 വരുമെന്നാണ് കമ്പനി പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വെയിറ്റിലോ കാര്യങ്ങളോ വേറെ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സെയിം വെയിറ്റ് തന്നെയാണ് വരുന്നത്. വേറെ പാർട്സോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. ബാക്കി സിമിലറാണ്, എല്ലാ പാർട്സും സിമിലറാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാത്തത് മോശമായി പോയെന്നൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കമൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡോമിനോ 400 റിവ്യൂവിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഉള്ളതാണ് നല്ലത്. ഈ ഒരു വണ്ടിയുടെ ഹൈക്കോണിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ആയിട്ട് നിങ്ങൾ ഹൈവേ കയറി നോക്കുക, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 150+ കയറിയാലും ഈ വണ്ടി പാറ പോലെ നിൽക്കും. അത് ഇതിൻ്റെ ഒരു വെയിറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെന്താ പറയുക, വൺ ഓഫ് മൈ ഫേവറേറ്റ് മെഷീനാണ് ഡോമിനോ 400 എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു ഹെഡ്ലൈറ്റ് കേട്ടോ, ഭയങ്കര മാസീവാണ്. ഈ വണ്ടി കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ശരിക്കും ഡോമിനോ 400 എന്ന് പറഞ്ഞാൽ അതൊരു മുതൽ തന്നെയാണ്, ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു മുതൽ തന്നെയാണെന്ന് ഞാൻ പറയും. അതിൻ്റെ മെയിൻ്റനൻസ് ആയാലും ഒരു 400cc ബൈക്ക് ആയാൽ പോലും നമുക്ക് ബജാജിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വണ്ടി ആയതുകൊണ്ട് ബാക്കി ഇപ്പോഴത്തെ നിലവിലുള്ള ബാക്കി ബൈക്ക് ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഫീച്ചർ വൈസ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 300 to 400cc കാറ്റഗറിയിൽ കുറച്ച് ബാക്കിയുള്ള ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫീച്ചേഴ്സ് കുറഞ്ഞൊരു വണ്ടിയാണ് ഇതെന്നും എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. കാരണം പല വണ്ടിയിലും ഇതിനെക്കാട്ടി കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പോൾ ഡ്യൂക്ക് 390 നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ RT 310 നോക്കുവാണെങ്കിലും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ക്രൂസ് കൺട്രോളിന് സെപ്പറേറ്റ് സ്വിച്ച് കാര്യങ്ങളും വരുന്നത്, അത് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒരു 400cc ബൈക്കായിട്ട് പോലും. പക്ഷേ സ്റ്റിൽ ഇത് വാല്യൂ ഫോർ മണിയാണെന്ന് ഞാൻ പറയും. കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഫോർ മണിയാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണ് വണ്ടി, അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൗണ്ടിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാമേ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഐഡിൽ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കൈ എടുത്ത് നോക്കാം. സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ട് കേട്ടോ. ഭയങ്കര ബേസുള്ള സൗണ്ട്, നല്ല സൗണ്ടാണ്. ഒരു 400cc ബൈക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സൗണ്ട് എന്തായാലും ഈ ഒരു ടിൻ ബാരൽ എക്സോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു സൗണ്ട് നല്ല സൈസാണ് ആ ഒരു എക്സോസ്റ്റിന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേസ് നമ്മളെ റിവ്യൂ എന്ന് പറയുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വന്ന അപ്ഗ്രേഡ് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2,80,000 എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അത് ഏകദേശം ഓൺ റോഡ് ആകുമ്പോഴത്തേക്കും 279 280 ആ റേഞ്ചാണ് നമുക്കിപ്പോൾ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസ് അവർ ഷോറൂമിൽ തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബുക്കിങ്ങോ അതിൻ്റെ EMI ഡീറ്റെയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലം സാരഥി ബജാജ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്, EMI സ്കീമൊക്കെ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.